അപ്പോൾ ശരിക്കും സ്ഥാനാർത്ഥി ആകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കെ സുധാകരൻ പ്രാവശ്യം. അതെ അതെ അതെ, സത്യമാണത്, സത്യമാണ്. ഞാൻ താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരെ ഫോണിൽ ഒരുപാട് ആളുകളെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. വിളിച്ച് സംസാരിച്ച് അവരെ പദപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഈ ഇലക്ഷൻ നമ്മൾ കടന്നുപോയത്. ഈ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുമ്പോൾ ഇപ്പം എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അങ്ങയോട് ഒരു അഭിപ്രായമെങ്കിലും ആരാഞ്ഞിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ? അത് അഭിപ്രായം തീരുമാനിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പേഴ്സണൽ ഇഷ്യൂ അല്ല, അതൊരു പാർട്ടി ഇഷ്യൂ ആണ്. അത് പാർട്ടി തീരുമാനമാണ്. ആ തീരുമാനം എനക്കും ബാധ്യസ്ഥമാണ്. അത് ഞാൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ചർച്ചയില്ലെങ്കിൽ വിവാദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പാർട്ടി തീരുമാനം എന്നെ അറിയിച്ചു, ആ തീരുമാനം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ട് അങ്ങനെ മുതിർന്ന നേതാവാണ്, ഇവിടെ പാർട്ടി ഉണ്ടാക്കിയ നേതാവാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങേക്കുള്ള ജനസ്വീകാര്യത. സ്വാഭാവികമായും ഹൈക്കമാൻഡ് തലത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ കെ സുധാകരന്റെ അഭിപ്രായം കൂടി മാനിച്ചല്ലേ വേണ്ടത്? അല്ല, എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു, ഞാൻ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആ അഭിപ്രായം പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് അത് സ്വീകാര്യമായില്ല. സ്വീകാര്യമാകാത്തത് കൊണ്ട് ഭൂരിപക്ഷം അഖിലേന്ത്യാ നേതാക്കന്മാരുടെ തീരുമാനമാണ് പ്രാവർത്തികമായത്. അതിനെ ചോദ്യം ചെയ്യാനൊട്ട് വയ്യാതായിരുന്നു. കാരണം ഭൂരിപക്ഷം ആളുകളുടെ തീരുമാനം അങ്ങനെയാവുമ്പോൾ അതിനെ എതിർക്കാൻ നിൽക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് ആ യഥാർത്ഥത്തിൽ എൻ്റെ വഴിയിലേക്ക് ഞാൻ മാറിക്കൊടുത്തു. ഈ ഇത്രയും അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവായി അങ്ങേക്ക് എങ്ങനെ സാധിക്കുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ? ഞാൻ എൻ്റെ അച്ചടക്കം തന്നെയാണ് എൻ്റെ ആയുധം. ആ അച്ചടക്കം തന്നെയാണ്. നിങ്ങളിപ്പം പറഞ്ഞതിൻ്റെ കാരണവും അച്ചടക്കം തന്നെയാണ്. അച്ചടക്കമില്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നും ഇത്രമാത്രം അച്ചടക്കം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അല്ല, അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. സാധിക്കുന്നവർക്ക് സാധിക്കും. എനിക്ക് സാധിക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്കത് സാധിച്ചു. മറ്റൊന്ന്, അങ്ങ് വളർത്തിയ കുറേ നേതാക്കളുണ്ട്. അതെ, ആ നേതാക്കളൊക്കെ ഒരു നിർണായക ഘട്ടത്തിൽ കെ സുധാകരനെ പാലം വലിച്ചു എന്നുള്ളതല്ലേ വസ്തുത? പാലമൊന്നും വലിച്ചില്ല. അവർ പ്രകടിപ്പിക്കേണ്ടുന്ന വികാരങ്ങളെല്ലാം നേതാക്കന്മാരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വികാരം നേതാക്കന്മാർ ഷെയർ ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു അപാകത. ഇപ്രാവശ്യത്തെ പട്ടിക നോക്കുമ്പോൾ ഐ ഗ്രൂപ്പ് എന്ന കേരളത്തിലെ പ്രബലമായ, അങ്ങ് പണ്ട് അതിൻ്റെ ഭാഗമായിരുന്നല്ലോ, ലീഡറുടെ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം ഐ ഗ്രൂപ്പ് തന്നെയാണ്. ഐ ഗ്രൂപ്പിലെ പലരുടെയും പേര് പട്ടികയിലില്ല. രമേശ് ചെന്നിത്തലയുണ്ട് പേരുണ്ട്, പക്ഷെ അതേ സമയത്ത് നമുക്ക് നോക്കിയാൽ കെ സി വേണുഗോപാലിൻ്റെ ആൾക്കാർ കൂടുതലുണ്ട്. വി ഡി സതീശന് അദ്ദേഹത്തിന് വേണ്ടവരും പട്ടികയിലുണ്ട്. അപ്പോൾ കേരളത്തിൽ ഐ ഗ്രൂപ്പ് ഇല്ലാതാവുകയാണ്. അല്ല, ഐ ഗ്രൂപ്പ് ഇല്ലാതൊന്നും ആവൂല. പക്ഷേ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ ഈ പാർട്ടിയുടെ നേതൃത്വം നിങ്ങൾ പറയുന്ന ഈ വ്യക്തികളുടെയൊക്കെ കൈകളിലാണ്. ഇപ്പോൾ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നതുകൊണ്ട് അവരോടൊപ്പം അവരുടെ വികാരത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ട് എന്നതാണ് സത്യം. അത് ഗുണം ചെയ്യും? അത് ഗുണം ചെയ്യില്ല. പക്ഷേ അത് പരസ്പരം പറഞ്ഞ് സംസാരിച്ച് ആ വിഷയം തീർക്കേണ്ടതാണ്. അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ഈ പട്ടിക വൈകിയത് തന്നെ യഥാർത്ഥത്തിൽ നേരത്തെ ഒരു മുന്നൊരുക്കം നടത്തി അങ്ങയോട് പോലും നേരത്തെ സംസാരിച്ച് പ്രതീക്ഷ നൽകാതെ ആദ്യമേ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ലേ? ഒഴിവാക്കാമായിരുന്നു. മുൻകൂട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഒരു ചർച്ച വെച്ചാൽ മതിയായിരുന്നു. ആ ചർച്ച വെച്ച് ഞങ്ങളെപ്പോലുള്ള എല്ലാ ആളുകളെയും വിളിച്ചിരുത്തി ആ ചർച്ചയിൽ ഞങ്ങളെ പങ്കാളികളാക്കിയിരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണവും ദോഷവും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിക്കുമായിരുന്നു. അതിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല.